Assalamu alaikum. How are you? I think all are fine and safe. Today we are going to learn the second topic, types of muscles in the chapter to our muscular system. I think all the students learned that previous topic. Now we are going to discuss types of muscles. Before starting our topic, we want to recite the dua for knowledge. Rabbi Yassir, Wala Tu'assir, wa Thammim bil Khair, wa bika nasta'inu, Ya Fattahu, Rabbi Zidni Ilma, Rabbi Zidni Ilma, Rabbi Zidni Ilma. Now we are going to discuss the types of muscles. The last topic we learned muscles. Then today we discuss types of muscles. The muscular system is made up of different muscles based on their structure and function. Muscles can be further classified into three types. Muscles can be classified into three based on their structure and function. What is structure? Structure means adinte ghadana. Functions ariyam, adinte pravarti. Adinte functions ille. Three types of muscles. They are cardiac muscle, skeletal muscle and smooth muscles. In our body, three types of muscles: cardiac muscle, skeletal muscle and smooth muscles. What is skeletal muscle? Skeletal muscles are attached to the bones and help in their movement. They are located in the external parts of our body such as arms, legs, shoulders, neck, tongue and face. നമുക്കറിയാം സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത് അറ്റാച്ച് ടു ദ ബോൺസ് ആൻഡ് ഹെൽപ്പ് ഇൻ ദെയർ മൂവ്മെന്റ്. മസിൽസ് ഓരോ മൂവ്മെന്റ്സിനും നമുക്ക് എന്തോ വേണം, മസിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ മൂവ്. ദേ ആർ ലൊക്കേറ്റഡ്, സ്കെൽറ്റൽ മസിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ എക്സ്റ്റേണൽ പാർട്ട്. വാട്ട് ഈസ് എക്സ്റ്റേണൽ? വാട്ട് ഈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ? എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ്. സച്ച് ആസ് ആംസ്, ലെഗ്സ്, ഷോൾഡേഴ്സ്. എവിടെയാണ്? ആംസിലും, നമ്മുടെ ലെഗ്സ്, കാലില്, ഷോൾഡറിൽ, ഈവൻ നെക്ക്, tongue and face also. For example, we use our leg muscles whenever we walk. നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് എന്തോ വേണം? നമ്മുടെ ലെഗിൻ്റെ മസിൽസ് ഉണ്ടെങ്കിലേ നമ്മൾക്ക് നടക്കാൻ പറ്റൂ. വി വോണ്ട് ടു ച്യൂ, നമുക്ക് ചവയ്ക്കണം. ച്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോ വേണം? നമ്മുടെ ഫേഷ്യൽ മസിൽസ് നല്ല രീതിയിൽ വർക്ക് ആവണം. നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിലും വാക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ ലെഗ് മസിൽസ്, നമുക്ക് ചിരിക്കണം, നമ്മൾ ചിരിക്കാറില്ലേ? നമ്മൾ ചിരിക്കുമ്പോൾ തന്നെ അറിയാം, ചിരിച്ചു നോക്കിയാൽ എല്ലാവരും ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ കോൺട്രാക്റ്റ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ദീസ് മസിൽസ് ഓൾസോ നോൺ ആസ് വോളണ്ടറി മസിൽസ് ബിക്കോസ് ദേ എനേബിൾ അസ് ടു പെർഫോം വോളണ്ടറി ആക്ഷൻസ്. വാട്ട് ഈസ് വോളണ്ടറി? നമ്മുടെ സ്വമേധയാ, നമ്മുടെ സ്വന്തം ഇഷ്ടം. ഇപ്പം നമുക്ക് ഒരു ചൂയിങ്കം കിട്ടി, അത് ചൂ ചെയ്യണം. മറ്റുള്ളവരും അത് ചൂ ചെയ്യുമോ? ഇല്ല. നമുക്ക് ചൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്? നമ്മുടെ ഇഷ്ടത്തിനല്ലേ അത് നമ്മൾ ചവയ്ക്കുന്നത്. നമുക്ക് ഈവൻ ഓടണമെങ്കിൽ മറ്റൊരാൾ ഓടിയാൽ ശരിയാവോ? നമുക്ക് ഓടണമെങ്കിൽ നമ്മൾ തന്നെ ഓടണം. നമ്മൾ ഓടണമെങ്കിൽ നമ്മുടെ ലെഗ് മസിൽസ് കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെഗ് മസിൽസ് ആണെങ്കിൽ വി റൺ ഫാസ്റ്റ്. വി വോണ്ട് ടു റൈറ്റ്. നമുക്ക് എഴുതണമെങ്കിൽ എന്തോ ചെയ്യണം? നമ്മുടെ ഹാൻഡിൻ്റെ മസിൽസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ സ്കെൽറ്റൽ മസിൽസ് ഏതാണ്? സ്കെൽറ്റൽ മസിൽസ് ആർ അറ്റാച്ച് ദ ബോൺസ് ആൻഡ് ഹെൽപ്പ് ഇൻ ദെയർ മൂവ്മെൻറ്റ്. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് അവർ ബോഡി സച്ച് ആസ് ആംസ്, ലെഗ്സ്, ഷോൾഡേഴ്സ്, നെക്ക്, ടങ് ആൻഡ് ഫേസ്. We use facial muscles to chew food, smile and talk. These muscles are also known as voluntary muscles because they enable us to perform voluntary actions. Then smooth muscles. First of all, we explain skeletal muscles, then we explain smooth muscles. What is smooth muscles? Smooth എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല സോഫ്റ്റ്. Smooth muscles are found in the internal organs of our body such as esophagus, stomach and intestines. Smooth muscles എവിടെയാണ് കാണപ്പെടുന്നത്? Smooth muscles are found in the internal organs. എവിടെയാണ് internal organs? എക്സ്റ്റേണൽ പുറത്തുള്ളത്, ഇന്റേണൽ എന്ന് പറയുമ്പം നമ്മുടെ അകത്തുള്ളത്. സച്ച് ആസ് ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നനാളം, ആഹാരമൊക്കെ നമ്മളിങ്ങനെ പോകത്തില്ലേ, ട്യൂബ്, അതാണ് സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വയറ്. ഇൻറ്റസ്റ്റൈൻ നമ്മുടെ കുടൽ ഇല്ലേ. വി ഹാവ് ടു ടൈപ്സ് ഓഫ് ഇൻറ്റസ്റ്റൈൻസ്, ദാറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഫോർ എക്സാമ്പിൾ, ദ മസിൽസ് ഇൻ ദ ഡൈജസ്റ്റീവ് system contract and relax on their
ഓൺ ടു അലോ ഫുഡ് ടു പാസ് ഈസിലി. നമുക്കറിയാം നമ്മുടെ വയറ്റിലോട്ട് ഈസോഫാഗസ് വഴി നമ്മുടെ ഫുഡൊക്കെ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണത് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം കോൺട്രാക്ട്, അത് ചുരുങ്ങില്ലേ, ആൻഡ് റിലാക്സ് ഓൺ ദെയർ ഓൺ ടു അലോ ഫുഡ് ടു പാസ് ഈസിലി. ആഹാരം ഒക്കെ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി അതൊക്കെ ഒന്ന് കോൺട്രാക്റ്റ് ആവും, ആ സമയം തന്നെ അത് റിലാക്സ് ആവുകയും ചെയ്യും. ദീസ് മസിൽസ് ആർ ഓൾസോ നോൺ ആസ് ഇൻവോളണ്ടറി മസിൽസ്. നമ്മൾ പഠിച്ചു സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത് വോളണ്ടറി മസിൽസ് ആണെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്. സ്കെൽറ്റൽ മസിൽസ് വോളണ്ടറി ആണ്. സോറി, നമ്മുടെ സ്മൂത്ത് മസിൽസ് ആണെങ്കിൽ ഇൻവോളണ്ടറി. ദെൻ ലാസ്റ്റ് ഇസ് കാർഡിയാക് മസിൽ. കാർഡിയാക് എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലേ, കാർഡിയാക് നമ്മുടെ ഹാർട്ട്, ഹൃദയ സംബന്ധമായിട്ട് എന്ത് വരുന്നതാണ് നമ്മുടെ കാർഡിയാക്. കാർഡിയാക് മസിൽ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽ ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള വാൾസിലാണ് ഏതിരിക്കുന്നത്? കാർഡിയാക് മസിൽസ് ഉള്ളത്. It ensures a rhythmic contract of the heart and continuously pumps blood through the entire body. ഒരു റിതമിക് മീൻസ് ഒരു താളമൊക്കെ ഉണ്ട്, ഒരു കോൺട്രാക്ഷൻ, ആ ഹേർട്ടിലുള്ള ആ കോൺട്രാക്ഷനും ഒക്കെ കൊണ്ടാണ് ആ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഹേർട്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്തിട്ട് നമ്മുടെ വോൾ ബോഡിയിൽ എത്തിക്കുന്നത്. കാർഡിയാക് മസിൽ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽ ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ദ ഹേർട്ട്. എവിടെയാണ് കാർഡിയാക് മസിൽ കാണപ്പെടുന്നത്? ഇറ്റ് സീംസ് in the walls of the heart. It ensures a rhythmic contraction of the heart and continuously pumps blood through the entire body. The cardiac muscle is also an involuntary muscle that works throughout our lifetime. നമ്മുടെ കാർഡിയാക് മസിൽസ് നമ്മുടെ ലൈഫ് ടൈം, എൻറ്റയർ ലൈഫ് ടൈം വരെയും അതെന്തോ ആയിരിക്കണം? സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം. നമ്മുടെ മസിൽസ്, കാർഡിയാക് മസിൽസ് ഒക്കെ നമ്മൾ പറയുന്ന അനുസരിച്ചാണോ വർക്ക് ചെയ്യുന്നത്? കാർഡിയാക് മസിൽസ് ഒന്നും നമ്മൾ പറയുന്ന രീതിയിലല്ല, അതൊക്കെ ഇൻവോളണ്ടറി. വോളണ്ടറി മീൻസ് ഏതാണ്? നമ്മുടെ ആഗ്രഹത്തിനൊത്ത് വർക്ക് ചെയ്യുന്നതാണ് വോളണ്ടറി. ഫോർ എക്സാമ്പിൾ, നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കാലുകൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻവോളണ്ടറി ആയിട്ടാണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലുള്ളതാണ്, ഇൻറ്റേർണൽ ഓർഗൻസിനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇൻവോളണ്ടറി. അപ്പോൾ വോളണ്ടറി മസിൽസ് ആയിട്ട് വരുന്നതാണ് സ്കെൽറ്റൽ മസിൽസ്. സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽ ഓൾസോ ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി മസിലാണ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ടൈപ്സ് ഓഫ് മസിൽസ് ആണ്. 3 ടൈപ്സ് ഓഫ് മസിൽസ് ആണ്. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് മസിൽസ്? 3 ടൈപ്സ് ഓഫ് മസിൽസ്: കാർഡിയാക് മസിൽ, സ്കെൽറ്റൽ മസിൽ ആൻഡ് സ്മൂത്ത് മസിൽസ്. സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത് ഏതാണ്? Skeletal muscle is a voluntary muscle and cardiac muscle and smooth muscles are involuntary. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? Skeletal muscles എവിടെയാണ്? They are found in external organs. എന്നാൽ നമ്മുടെ cardiac musclesഉം നമ്മുടെ smooth musclesഉം എവിടെയാണ്? Internal ആണ്. Internal organsനകത്താണ്. So, I hope all of you understood this topic. Today I wind up this topic. All of you read the textbook well and learn. Okay, Assalamu alaikum.